വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തമ്പുരാൻ്റെ പരസ്യജീവിതത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ രാജകീയമായ ജെറുസലേമിലേക്കുള്ള പ്രവേശനവും ഗ്രീക്കുകാർ യേശുവിനെ തേടുന്ന ആ ഒരു പശ്ചാത്തലവും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. അവിടെ തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിക്കുന്നതായി അറിഞ്ഞപ്പോൾ ഈശോ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം സമാഗതമായി എന്ന്. മഹത്വീകരണം കൊണ്ട് എന്താണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? തൻ്റെ മരണവും ഉത്ഥാനവുമാണ് യേശു തമ്പുരാൻ അർത്ഥമാക്കിയത്. വിജാതീയരായ ഗ്രീക്കുകാർ തന്നെ തേടി വന്നപ്പോഴാണ് രക്ഷാദായകമായ സമയം, കൈറോസ്, സ്വീകാര്യമായ സമയമായി അത് മാറിയിരിക്കുന്നത്. സകല ജനതകളോടും സുവിശേഷം അറിയിക്കുക, അത് ഗ്രീക്കുകാർക്കും വിജാതീയർക്കുമൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തിയാണ് അവിടെ കാണുന്നത്. സ്വജാതീയരായ യഹൂദരുടെ തിരസ്കരണം. ഹി കെയിം ടു ഹിസ് ഓൺ ആൻഡ് ഹിസ് ഓൺ റിസീവ്ഡ് ഹിം നോട്ട്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. ഈ അവസരത്തിലാണ് വിജാതീയർ അവിടുത്തെ സ്വീകരിക്കുവാനായി മുമ്പോട്ട് വരുന്നത്. സ്വന്തത്തിലേക്ക് വന്നവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ അവിടുത്തെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള അധികാരമാണ് അവിടുന്ന് കൊടുത്തത്. നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണിയോട് ഉപമിച്ചുകൊണ്ട് മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും താൻ മഹത്വീകരിക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യവും യേശു തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. പുതിയ ജീവൻ പ്രാപിക്കുന്നതിന് വിത്ത് അഴിയണം, അതിൻ്റെ ബാഹ്യരൂപമൊക്കെ മാറണം. എങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കൂ. മണ്ണിൽ വീണ് അഴിയുന്ന ഗോതമ്പ് മണി പുതിയ നാമ്പിന് രൂപം നൽകുകയാണ്. അതുപോലെ മനുഷ്യകുലത്തിൻ്റെ പുതിയ ജീവൻ, നിത്യജീവൻ നൽകാൻ ഈശോ തൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ്. ഈ ലോക ജീവനും നിത്യജീവനും ഒരാൾക്ക് കൈവരിക്കാൻ ആവില്ല. ഒന്നുകിൽ ഈ ലോക ജീവിതത്തിന് അവൻ മരിക്കണം, എങ്കിൽ മാത്രമേ നിത്യജീവന് അവൻ അവകാശിയാവുകയുള്ളൂ. അവൻ്റെ സ്വാർത്ഥതയ്ക്ക് മരിക്കണം, പാപത്തിന് മരിക്കണം, അഹങ്കാരത്തിന് മരിക്കണം. എങ്കിൽ മാത്രമേ നിസ്വാർത്ഥതയ്ക്കും പുണ്യത്തിനും ഒക്കെ പുനരുത്ഥാനം ചെയ്യാൻ അവന് സാധിക്കുകയുള്ളൂ. ഈശോയുടെ മരണം വെളിപ്പെടുത്തുന്നത് അവിടുത്തെ ശൂന്യവൽക്കരണമാണ്. എത്രത്തോളം തന്നെ താഴ്ത്തി ശൂന്യപ്പെടുത്തി ദാസൻ്റെ രൂപമെടുത്ത് സമ്പന്നൻ ദരിദ്രനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്
നമ്മോടുള്ള ആ സ്നേഹം കാണിക്കുകയാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നു. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവൻ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകുവാനുമാണ് ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്നാണ് അവിടെ നൽകിയത്. ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനുമാണ് എന്നതെന്ന് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂർണ്ണമായും സ്വയശൂന്യവൽക്കരിച്ചുകൊണ്ട് തികച്ചും നിസ്വാർത്ഥമായ സ്നേഹത്തോടുള്ള ശുശ്രൂഷ ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് ഈശോ അരുളി ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന്. ഗ്രീക്കുകാരുടെ വരവ് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുകയാണ്. ഈശോ ശുശ്രൂഷാ ജീവിതമാണ് തൻ്റെ സ്നേഹത്തിലൂടെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. ഇങ്ങനെ ഗോതമ്പ് മണിയായി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തികൾ, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വത്തെയാണ് ഭാരതം അഭിമാനത്തോടെ കാണുന്ന ഭാരതീയയായ വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ 1910 ഓഗസ്റ്റ് മാസം 19-ാം തീയതി കോട്ടയം ജില്ലയിലെ കുടമാളൂർ ഗ്രാമത്ത് മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ പഴുപ്പറമ്പിൽ ജോസഫ് മറിയം ദമ്പതികളുടെ മകളായി ജനിക്കുന്നു. അന്ന എന്ന ഓമന പേരാണ് അവൾക്ക് നൽകിയത്. പരിശുദ്ധ അമ്മയുടെ അമ്മയായ അന്ന പുണ്യവതിയുടെ നാമധേയമാണ് അൽഫോൺസാമയ്ക്ക് ലഭിച്ചത്. കുടുംബത്തിലെ ഇളയവളായിരുന്നു അന്നക്കുട്ടി. മൂത്ത 2 സഹോദരിമാരുണ്ടായിരുന്നു, ഒരു സഹോദരനും ഉണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം അർപ്പൂക്കരയിലും തൊണ്ണൻകുഴി സർക്കാർ സ്കൂളിലും മുട്ടുചിറ ഗവൺമെൻറ് സ്കൂളിലും ഒക്കെയായി അവൾ നടത്തി. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. 1917-ാം ആണ്ട് നവംബർ മാസം 27-ാം തീയതി 7ാമത്തെ വയസ്സിലാണ് അവൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യയെപ്പോലെ ഒരു വിശുദ്ധയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്രായത്തിൽ കൊച്ചുത്രേസ്യയുടെ അമ്മ മരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരിമാരുണ്ട്. ആ മകൾക്ക് ഒരു സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം മൂത്ത സഹോദരിമാരൊക്കെ സന്യാസികളായ പശ്ചാത്തലത്തിൽ ഉണ്ടായി എന്നുള്ളത് അറിയാം. എന്നാൽ ഇവിടെ അൽഫോൺസാമയുടെ ജീവിതത്തിൽ അങ്ങനെ ആരും മൂത്ത സഹോദരികളൊന്നും സിസ്റ്റേഴ്സ് ആയിട്ടില്ല. പക്ഷേ ഇവൾക്ക് ഒരാഗ്രഹം കൊച്ചുത്രേസ്യയെപ്പോലെ ചെറുപ്രായത്തിൽ അമ്മ നഷ്ടപ്പെടുകയാണ്, അവൾക്കും ഒരു സിസ്റ്റർ ആകണമെന്നുള്ള തീവ്രമായ ആഗ്രഹം. അമ്മ ഈ ലോകത്തെ വിട്ട് കടന്നു പോയപ്പോൾ അമ്മയുടെ സഹോദരി വളരെ കാര്യമായി അന്നക്കുട്ടിയെ വളർത്തുകയാണ്. പൈതൽ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ കൃപയിലും വളർന്നു വന്നുവെന്ന് യേശുവിനെക്കുറിച്ച് നാം വായിക്കുന്നത് പോലെ അങ്ങനെ വളർന്നു വന്ന ഈ പെൺകുട്ടി 13ാമത്തെ വയസ്സായപ്പോഴേക്കും വളരെ സുന്ദരിയായി കാണപ്പെടുകയാണ്. വിവാഹ അഭ്യർത്ഥനയുമായ ആളുകൾ ഭവനത്തിലേക്ക് വരികയാണ്. അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് വിവാഹ അഭ്യർത്ഥനയ്ക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൾ കത്തുന്ന ഉമിതിയിൽ
തൻ്റെ കാലുകൾ ഇറക്കി വെച്ചുകൊണ്ട് ആ രണ്ട് കാലുകളും പൊള്ളിച്ച് വിരൂപണിയാക്കി മാറ്റുവാൻ അവൾ പരിശ്രമിക്കുകയാണ്. ഒരഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ കടന്നു വരുന്ന ഒരൽഫോൻസാമ്മയാണ് നാം അവിടെ കാണുന്നത്. 1927 പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം തൻ്റെ പിതാവിനോടൊപ്പം അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ക്ലാര മഠത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. 1928 ഓഗസ്റ്റ് 2 3 അതിഥികളോടൊപ്പം ഭരണങ്ങാനം മഠ കപ്പളയിൽ വെച്ച് അൽഫോൻസ എന്ന പേരിൽ അവൾ ശിരോവസ്ത്രം സ്വീകരിക്കുന്നു. 1930 മെയ് 19 ഭരണങ്ങാനം ഫൊറോന പള്ളിയിൽ വെച്ച് സഭാവസ്ത്രം സ്വീകരിക്കുന്നു. വാഴപ്പള്ളി സ്കൂളിൽ മലയാളം ഉപരിപഠനം നടത്തി 1932 മെയ് മാസം വാകക്കാട് പ്രൈമറി സ്കൂളിൽ ഒരധ്യാപികയായി തൻ്റെ പ്രവർത്തനം നടത്തുന്നു. 1935 ഓഗസ്റ്റ് 12 സന്യാസ ജീവിതത്തിൻ്റെ അടുത്തപടിയായ നൊവീഷ്യേറ്റ് പരിശീലനത്തിനായി ചങ്ങനാശ്ശേരി മഠത്തിലേക്ക് അയക്കപ്പെടുന്നു. ഉർസുലാമയായിരുന്നു ഗുരുത്തി. അതേപോലെ ലൂയിസ് പെരുമാൽ CMI അച്ഛനായിരുന്നു ഗുരു. നൊവീഷ്യേറ്റ് സമയത്ത് കലശലായ രോഗം ബാധിച്ചു. ചാവറയച്ചൻ്റെ അനുഗ്രഹദായകമായ ദർശനമുണ്ടാവുകയും കാലിലെ വ്രണത്തിൽ നിന്നും രക്തസ്രാവത്തിൽ നിന്നും അത്ഭുതകരമായ രോഗശാന്തി അവൾക്ക് ലഭിക്കുകയും ചെയ്തു. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം 1936 ഓഗസ്റ്റ് 14 അൽഫോൻസ ഭരണങ്ങാനത്തേക്ക് തിരികെ എത്തി. വീണ്ടും പലവിധ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു. അൽഫോൻസാമയെ പകർച്ചവ്യാധികൾ ഒന്നും ബാധിക്കുകയില്ലെന്നും മരണം വരെ പലവിധ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുമെന്നും ചാവറയച്ചൻ അവൾക്ക് സൂചന കൊടുക്കുകയുണ്ടായി. 1940 ഒക്ടോബർ 18 ഒരു കള്ളനെ കണ്ട് പേടിക്കുകയും അതോടുകൂടി ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും പൂർണ്ണ ആരോഗ്യവും ഓർമ്മയും തിരികെ ലഭിക്കുകയാണ്. വീണ്ടും രോഗപീഠകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ. ഉറക്കമില്ലാത്ത രാത്രികൾ, ആഹാരത്തോട് വിരക്തി, ശരീരത്തിലെ വ്രണം, പനി തുടങ്ങിയ രോഗങ്ങളാൽ വളരെ വിഷമിച്ചു. 1945 മുതൽ അത്യുഗ്രമായ പാരവശ്യം അവളെ തളർത്തിക്കളഞ്ഞു. അതിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള പരിശ്രമത്തിൽ അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. എന്നാൽ 1946 ജൂലൈ മാസം 28 മധ്യാഹ്നത്തിൽ തീവ്ര പാരവശ്യത്തോടെ അവൾ ദൈവസന്നിധിയിലേക്ക് പറന്നുയരുകയാണ് ഉണ്ടായത്. ശവസംസ്കാര സമയത്ത് അവളുടെ ആത്മീയ ഗുരുവായിരുന്ന റോമുളൂസ് അച്ഛൻ വളരെ പ്രവചനമായ ഒരു ചരമപ്രസംഗമാണ് നടത്തിയത്. ഭാരതത്തിൽ തന്നെ ഈ 2000 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഉത്കൃഷ്ട വ്യക്തികളിൽ ദൈവസമക്ഷം വളരെ മാഹാത്മ്യം നേടിയ ഒരു പുണ്യ കന്യകയുടെ ശവസംസ്കാരത്തിലാണ് നാം പങ്കുകൊള്ളുന്നത്. അവളുടെ ആന്തരിക മഹത്വം ശരിക്കും ഗ്രഹിച്ചിരുന്നുവെങ്കിൽ കേരളം ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസികളുടെ ഒരു കൂട്ടം ഇവിടെ സന്നിഹിതമാകുമായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയേക്കാൾ അത്ര പിന്നിലല്ലായിരിക്കും ജീവിത വിശുദ്ധി കൊണ്ട് ഈ യുവകന്യക. ഇവളുടെ മരണത്തിൽ എൻ്റെ ഹൃദയം അവാച്യമായ ആനന്ദവികാരങ്ങളാൽ നിറയുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ഒരു മധ്യസ്ഥ സ്വർഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ ഭരണജ്ഞാനം ഭാരതത്തിൻ്റെ
ലിസ്യു ആയി മാറും. കബറടക്കം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ അന്ന് തന്നെ അത്ഭുതങ്ങൾ തുടങ്ങി. ഭ്രാന്ത് ബാധിച്ച ഒരുവൻ സൗഖ്യപ്പെടുന്നു. പിറ്റേ ദിവസം ചിരിക്കുന്ന അമ്മയുടെ സന്നിധിയിലേക്ക് സ്കൂൾ കുട്ടികൾ അടുത്തു വരികയാണ്, പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥതയ്ക്കുമായി. കുട്ടികൾ വഴി, അയൽവക്കക്കാർ വഴി അൽഫോൻസാമ്മയുടെ വിശുദ്ധി ദിനം പ്രതി രോഗശാന്തി, അത്ഭുതങ്ങളായ അനുഭവങ്ങൾ വിശ്വാസികൾക്ക് അനുഭവവേദ്യമായി മാറുകയാണ്. 1953 ഡിസംബർ 2-ാം തീയതി പാലാരൂപത അധ്യക്ഷനായിരുന്ന അഭിവന്യ സെബാസ്റ്റ്യൻ വയൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നാമകരണ പരിപാടികൾ ആരംഭിച്ചു. 1986 ഫെബ്രുവരി 8-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് അൽഫോൻസാമ്മയും ചാവറപ്പിതാവിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ നാം എല്ലാവരും അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഫോൻസാമ്മയുടെ വിശുദ്ധമത പ്രഖ്യാപനം 2008 ഒക്ടോബർ മാസം 12-ാം തീയതി ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ റോമിൽ നടത്തിയപ്പോൾ എത്ര സന്തോഷത്തോടുകൂടിയാണ് അതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത്. പരിശുദ്ധ കന്യകമറിയത്തോട് അൽഫോൻസാമ്മയ്ക്ക് അതീവ ഭക്തിയും ആശ്രയത്വവും ഉണ്ടായിരുന്നു. ജപമാല ഭക്തിയിൽ അതിതീവ്രമായ ഭക്തി ഉണ്ടായിരുന്നു. മിശിഹായുടെ രഹസ്യങ്ങളെയൊക്കെ പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ജീവിതമാക്കി അതിനെ മാറ്റി. അൽഫോൻസ് ലിഗോരിയുടെ ദൈവമാതൃ സ്നേഹം അൽഫോൻസാമ്മയെ കൂടുതൽ ആകർഷിച്ചു. അൽഫോൻസ് ലിഗോരി പറയുകയാണ്, പഴം വേണ്ടവർ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോകും, ഈശോയെ വേണ്ടവർ മറിയത്തിൻ്റെ അടുക്കൽ പോകും, മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും. ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ തന്നെ വിടാതെ പിന്തുടരുന്നപ്പോഴും രോഗാവസ്ഥയിൽ നിസ്സഹായമായി മാറുമ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് അൽഫോൻസ ജീവിച്ചു. നിരന്തരമായ രോഗാവസ്ഥയിൽ സഹനത്തിൻ്റെ ശരശയിലുള്ള കിടപ്പ് ആധ്യാത്മികതയുടെ ആഴം കാണുവാനും സ്നേഹബലിയായി ഉരുകിത്തീരുവാനും അൽഫോൻസാമ്മയെ സഹായിച്ചു. പ്രാർത്ഥനയോടെ ജീവിക്കുന്ന മാതൃകയായിരുന്നു അൽഫോൻസാമ്മ. ജ്വലിക്കുന്ന ഹൃദയവുമായി സദാ മണവാളനെ കാത്തിരുന്ന വധുവായിരുന്നു അൽഫോൻസാമ്മ. തൊട്ടതെല്ലാം അൽഫോൻസ പ്രാർത്ഥനയാക്കി മാറ്റി. വേദനകളും പ്രയാസങ്ങളും അഭിനന്ദനങ്ങളും തുടങ്ങിയ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള മുഴുവൻ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളാക്കി മാറ്റി. എല്ലാ അനുഭവങ്ങളെയും അൽഫോൻസ ഹൃദയം ജ്വലിക്കുന്നതിനുള്ള ഇന്ധനമാക്കി മാറ്റി. ബുദ്ധിമതിയായ കന്യകയെപ്പോലെ എണ്ണ കരുതുവാൻ ജാഗ്രതയുള്ളവളായിരുന്നു അൽഫോൻസാമ്മ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു അൽഫോൻസാമ്മയ്ക്ക് നിശബ്ദതയും ധ്യാനവും. തൻ്റെ ദൈവം മാത്രം തന്നെ അറിഞ്ഞാൽ മതി എന്ന ചിന്തയാൽ തൻ്റെ പ്രാർത്ഥനയിലൂടെ രഹസ്യാത്മകത അൽഫോൻസാമ്മ കാത്തു സൂക്ഷിച്ചു. എളിമ നിറഞ്ഞതായിരുന്നു അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന. ബാഹ്യപ്രകടനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ അൽഫോൻസാമ്മ ശ്രമിച്ചിട്ടില്ല. താൻ ഒന്നുമല്ലെന്നും തനിക്ക് ഒന്നുമില്ലെന്നും തന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അൽഫോൻസ വിശ്വസിച്ചു. ഈശോയുടെ ശൂന്യവനക്കലത്തിലുള്ള ആത്മാർത്ഥമായ പങ്കുചേരൽ ജീവിതത്തിൽ കാണിച്ചു. സർവശക്തനായ ദൈവവുമായുള്ള നിർമ്മല ബന്ധമാണ് പ്രാർത്ഥനയുടെ മാനദണ്ഡമെന്ന് അവൾ നിർവചിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനും ലോകത്തിൻ്റെ രക്ഷയ്ക്കുമായി അൽഫോൻസാമ്മ നിരന്തരം പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരുന്നു അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന.
ഗോതമ്പ് പോലെ ഇടിച്ചു പൊടിക്കുവാനും മുന്തിരിക്കുല പോലെ ഞെക്കിപ്പിഴിയപ്പെടുവാനും അൽഫോൻസാമ്മ ആഗ്രഹിച്ചു. വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കാതെ തന്നെ സമൂഹത്തിൻ്റെ പൊതുപ്രാർത്ഥനകളിൽ അവൾ ഭക്തിയോടെ സംബന്ധിച്ചു. അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം, തമ്പുരാൻ നമ്മുടെ സഹനങ്ങളിലൂടെ നമുക്ക് വളരെയേറെ പാഠങ്ങൾ നൽകുന്നുണ്ട്. യേശു തമ്പുരാൻ ഹി ലേൺഡ് ത്രൂ സഫറിങ്, അവൻ സഹനത്തിലൂടെ പാഠം അഭ്യസിച്ചു എന്ന് യേശു തമ്പുരാനെക്കുറിച്ച് പറയുന്നത് പോലെ പരിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ സഹനത്തെ സ്വയശുദ്ധീകരണത്തിന്, ശക്തീകരണത്തിന്, മറ്റുള്ളവരുടെ ശുദ്ധീകരണത്തിന്, ശക്തീകരണത്തിന് കാഴ്ചവെക്കുവാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഒരാളുടെ സഹനം മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ സഹിക്കുന്ന മറ്റൊരാൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം അൽഫോൻസാമ്മ അനുഭവിച്ചറിയുകയാണ്. തൻ്റെ ജീവിതത്തിൽ സഹനം ചോദിച്ചു വാങ്ങിക്കുകയും അത് സഹിക്കുവാനുള്ള ശക്തി തന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന അൽഫോൻസാമ്മ അങ്ങനെ സഹനപുത്രിയായി തൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും ലോകത്തിൻ്റെയും മുമ്പിൽ ഒരു ഗോതമ്പ് മണിയായി നിലത്ത് വീണ് അഴിഞ്ഞ് പുതിയ മുളയായി അന്നക്കുട്ടി അൽഫോൻസയായി ഒരു കന്യകയായി ജീവിച്ചുകൊണ്ട് തമ്പുരാന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിഞ്ഞ ആ വ്യക്തിത്വം സഹനത്തിലൂടെ തമ്പുരാൻ്റെ സഹനത്തിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് വരികിൽ എൻ്റെ സഹനത്തിലൂടെ ഞാനത് പരിഹരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ വാട്ട് വാസ് ലാക്കിംഗ് ഇൻ ക്രൈസ്റ്റ് സഫറിങ് ഐ കോമ്പൻസേറ്റ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അൽഫോൻസാമ്മ തമ്പുരാൻ്റെ സഹനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് വരികിൽ അത് എൻ്റെ സഹനത്തിലൂടെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധന്യതയോടെ ജീവിച്ച് മനുഷ്യ സമൂഹത്തിൽ നിരാശയിൽ പ്രത്യാശ കാത്ത് സൂക്ഷിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. അധികം ആരും അറിയപ്പെടാതിരുന്ന ഭരണജ്ഞാനം ഇന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ പാലാരൂപതയ്ക്കും ഭരണജ്ഞാനം പ്രദേശത്തിനും മാത്രമല്ല ഭാരതസഭയ്ക്ക് ഒരു അഭിമാന കേന്ദ്രമായി മാറിയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിടുന്ന വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇവയ്ക്കെല്ലാം അർത്ഥമുണ്ട് എന്ന് അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുമ്പോൾ തമ്പുരാൻ്റെ സഹനത്തിലൂടെയാണ് നമുക്ക് രക്ഷ നേടിത്തന്നതെങ്കിൽ നമ്മുടെയൊക്കെ സഹനവും പ്രയാസങ്ങളുമൊക്കെ നമ്മുടെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായി നാം മാറി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അൽഫോൻസാമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത കോട്ടയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.